പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിന് 153.20 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് അനുവദിച്ചത്. അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ്, കേരളം എന്നീ സംസ്ഥാനങ്ങൾക്കായി 1066.80 കോടിയാണ് ആകെയായി അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിലേക്കായാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തിനായി ഫണ്ട് അനുവദിച്ചത്. കേരളത്തിന് ഉൾപ്പെടെ മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് കൂടി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തെ കൈവിടാതെ കേന്ദ്ര സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ കൂടിയുള്ള ഒരു ഇതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് മറ്റു വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ വാർത്തയാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് കേരളത്തിന് കേന്ദ്രം പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അനുവദിച്ചിരിക്കുന്നു. അതായത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 153.20 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചത്. അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ്, കേരളം സംസ്ഥാനങ്ങൾക്കായി ആകെ 1066.80 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 145 കോടിയോളം രൂപ കേന്ദ്രം കേരളത്തിനായി അനുവദിച്ചിരുന്നു. ഈ വർഷം മാത്രം 19 സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി ഉണ്ടായി എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. 8,000 കോടി രൂപയോളം ഈ സംസ്ഥാനങ്ങൾക്കായി ഇതുവരെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, വയനാട്ടിലടക്കം പ്രളയ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പണം ചിലവാക്കുന്നതിൽ കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴിതാ 153 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു കേന്ദ്രം കേരളത്തിന്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കാണ് സാധാരണഗതിയിൽ ഇത് അനുവദിക്കുന്നത്. അതിൽ നിന്നും എടുത്തു ചിലവാക്കുക എന്നുള്ളതാണ് സംസ്ഥാനം ചെയ്യുന്നതും. ഇപ്പോൾ കേരളത്തിന് 153 കോടി രൂപ കൂടി അനുവദിച്ചു. ബാക്കി പണം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ തുക കൂടി കേരളത്തിന് എത്തും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ് കേന്ദ്രത്തിൽ നിന്നും വന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം നേരത്തെ പറഞ്ഞത് കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്ന തരത്തിലായിരുന്നു. കോടതി കയറുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോഴിതാ പണം അനുവദിച്ചിരിക്കുന്നു. 153 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാർ എന്തായാലും ഫണ്ടൊന്നും നൽകുന്നില്ല എന്നുള്ള പ്രചരണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഫണ്ട് ഏത് രീതിയിൽ ചിലവഴിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഫണ്ടുകൾ പോലും കൃത്യമായി കേരളം ചിലവഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. അത് യാഥാർത്ഥ്യം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ ഒരു ഫണ്ട് ഏത് രീതിയിൽ കേരളം ചിലവഴിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടുണ്ട്, ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? കേരളത്തിൻ്റെ ഫണ്ട് ചിലവാക്കൽ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്രം നൽകുന്ന ഫണ്ട് അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ തുടർ ഫണ്ടുകൾ അനുവദിക്കുകയുമുള്ളൂ. സ്വാഭാവികമായും കേരളത്തിന് ഈ പണം ചിലവഴിച്ചതിൻ്റെ കണക്ക് പണം നൽകിയാൽ അത് ചിലവഴിച്ചതിൻ്റെ കണക്ക് കൂടി നൽകേണ്ടി വരും. ഇനി അഥവാ കണക്ക് നൽകാത്ത പക്ഷം തുടർ ഫണ്ടുകൾ എത്തുന്നതിലും ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും. അത് സംസ്ഥാനത്തിനും നന്നായി അറിയാം. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായാൽ അത് തുടർന്നുള്ള കേരളത്തിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം എത്തുന്നതിന് തടസ്സമാകും. ഇനി മറ്റൊന്ന്, ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി പണം അനുവദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ വലിയ തോതിൽ ഈ മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായകരമായ നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. ഉത്തരാഖണ്ഡിലും ഹിമാചലിലുമൊക്കെ വ്യാപകമായ നാശനഷ്ടം ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.